ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കോഴക്കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിംഗിൾ ബെഞ്ച് അറസ്റ്റ് വിലക്കിയത്. അതേസമയം വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ EDയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സമാന്തര അന്വേഷണവും തുടങ്ങി. തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് കൊട്ടാരക്കര സ്വദേശിയായ വ്യവസായി അനീഷ് ബാബുവിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ അനീഷ് ബാബു നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തോട് സഹകരിക്കാനും ഹൈക്കോടതി അനീഷ് ബാബുവിന് നിർദ്ദേശം നൽകി. ED ഉദ്യോഗസ്ഥർക്കെതിരായ വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിൽ EDയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷണം തുടങ്ങി. ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ ഉൾപ്പെട്ട വിജിലൻസ് കേസിലെ വസ്തുതകൾ ടാസ്ക് ഫോഴ്സ് അന്വേഷിക്കും. കേസിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി നേരിട്ട് ഹാജരാകാൻ കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബുവിന് ടാസ്ക് ഫോഴ്സ് നോട്ടീസ് നൽകി. മൊഴിയെടുക്കാനായി നാളെ ദില്ലിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസ്. തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അനീഷ് ബാബുവിനെതിരായ ED അന്വേഷണം. കേസ് ഒതുക്കി തീർക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറും 2 ഇടനിലക്കാരും ഉൾപ്പെടെ 3 പേർ പ്രതികളാണ്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.